കേരളത്തിൽ ചരിത്ര സ്പന്ദനങ്ങൾ മിടിക്കുന്ന കോട്ടകൾ പലതുമുണ്ട്. പോയ കാലത്തെ ചരിത്ര സന്ദർഭങ്ങളിലേക്ക് വെളിച്ചം വീശുന്നവയാണ് ഇതിൽ പലതും. ഒറ്റനോട്ടത്തിൽ ലളിതമാണെങ്കിലും നിർമ്മിതിയിലെ വൈദഗ്ധ്യവും സൂക്ഷ്മതയും മറ്റും പരിഗണിച്ചാൽ കേരളത്തിലെ കോട്ടകൾ അസാധാരണ നിർമ്മിതികളാണെന്ന് പറയേണ്ടി വരും. അതിൽ മുൻപന്തിയിലാണ് തലശ്ശേരിക്കോട്ട. 1683 ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി മലബാർ തീരത്ത് കുടിയേറി താമസിച്ചതിന്റെ തെളിവാണ് അവർ 1703 നിർമ്മിച്ച തലശ്ശേരിക്കോട്ട. ചത്വരങ്ങളും കൊത്തുപണികൾ നിറഞ്ഞ വാതായനങ്ങളും കടലിലേക്കുള്ള രഹസ്യ തുരങ്കങ്ങളുമൊക്കെയായി അറബിക്കടലിന്റെ തീരത്ത് പ്രാദേശിക ചരിത്രത്തിന്റെ ഏടുകളിൽ നിറഞ്ഞു നിൽക്കുകയാണ് ചതുരാകൃതിയിലുള്ള ഈ ഭീമാകാരമായ കോട്ട. തലശ്ശേരിയിൽ വെറും കുരുമുളക് വ്യവസായികളായി വന്ന ബ്രിട്ടീഷുകാർ ഒരു നൂറ്റാണ്ടുകാലത്തിനിടയിൽ നാടിന്റെ ഭരണാധികാരികളായി തീർന്ന ചരിത്രമാണ് തലശ്ശേരിക്കോട്ടയ്ക്ക് പറയാനുള്ളത്. തലശ്ശേരിയിൽ ആദ്യമായി ഒരു മൺകോട്ട കെട്ടി പാണ്ഡികശാലയാക്കി മാറ്റിയ ഫ്രഞ്ചുകാർക്ക് ബ്രിട്ടീഷുകാരുടെ വരവോടെ ഈ സ്ഥലം വിട്ടൊഴിഞ്ഞു പോവേണ്ടി വന്നു. അക്കാലത്ത് ബ്രിട്ടീഷുകാർ തിരുവിതാംകൂറിൽ 5 തെങ്ങും മലബാറിൽ തലശ്ശേരിയും കേന്ദ്രമാക്കി കച്ചവടം തുടങ്ങുകയും വൻ ശക്തിയായി മാറുകയുമായിരുന്നു. അവരുടെ സുവർണകാലങ്ങളിൽ തലശ്ശേരിയുടെ വികസനത്തിന്റെ ചുക്കാൻ പിടിച്ചിരുന്നത് ഈ കോട്ടയായിരുന്നു. ഫ്രഞ്ചുകാരുടെ പാണ്ഡികശാല 1708 ഇക്കാണുന്ന നിലയിൽ ബ്രിട്ടീഷുകാർ തലശ്ശേരി കോട്ടയാക്കി മാറ്റുന്നത്. സുഗന്ധവ്യഞ്ജനങ്ങളുടെ കച്ചവടത്തിൽ തുടങ്ങി പിന്നീട് സൈനിക ആവശ്യങ്ങൾക്കായി മാറിയ കോട്ടയുടെ വിവിധ ഭാഗങ്ങൾ സ്വാതന്ത്ര്യാനന്തരം വിവിധ സർക്കാർ ഓഫീസുകളായി ഉപയോഗിച്ചിരുന്നു. ചതുരാകൃതിയിൽ നിർമ്മിച്ചിട്ടുള്ള കോട്ടയ്ക്ക് 2 കൊത്തളങ്ങളും അതിമനോഹരമായ കവാടവും അതിനോട് ചേർന്ന വലിയ മതിലുകളും കടലിലേക്കുള്ള രഹസ്യ തുരങ്കങ്ങളുമുണ്ട്. അറബിക്കടലിനോട് ചേർന്ന് നിൽക്കുന്ന പാറക്കെട്ടിൽ നിർമ്മിച്ചിട്ടുള്ള ഈ കോട്ടയെ കേന്ദ്രീകരിച്ചാണ് തലശ്ശേരി നഗരം വളർന്നതും വികസിച്ചതും. തലശ്ശേരി പൈതൃകം ടൂറിസം പദ്ധതിയുടെ മുഖ്യ കേന്ദ്രങ്ങളിൽ ഒന്നാണ് ഇന്ന് തലശ്ശേരിക്കോട്ട. ചരിത്ര സ്മാരകങ്ങൾ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി കേന്ദ്ര ആർക്കിയോളജി വകുപ്പാണ് കോട്ട ഏറ്റെടുത്ത് പരിപാലിക്കുന്നത്. 100 കണക്കിന് വിനോദസഞ്ചാരികളാണ് ചരിത്രം തൊട്ടറിയുന്നതിനായി ഇവിടെ എത്തിച്ചേരുന്നത്. ദിവസവും രാവിലെ 8 മുതൽ വൈകിട്ട് 6 വരെയാണ് സന്ദർശക സമയം. സമകാലിക മലയാളം, കണ്ണൂർ.